ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് ഗോതമ്പ് പൊടി ഒരു തവി റവയും വെച്ചിട്ട് നല്ല കിടിലം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കണ കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ ഗോതമ്പ് പൊടിയും റവയും വെച്ചിട്ടുള്ള ഈ ഒരു കിടിലം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയും ഒരു തവി റവയായിട്ട് എടുത്തത്. രാവിലെയൊക്കെ വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല കിടിലം ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിലേക്ക് ഞാൻ ബാക്കി വന്ന ചോറ് 2 തവി ഇതുപോലെ ഇട്ട് കൊടുത്തേനെ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. വെള്ളം ഒരുപാട് അങ്ങോട്ട് ഒഴിക്കരുത്, കുറേശ്ശെ ഇതാ വെള്ളം അങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു മാവ് അധികം അങ്ങോട്ട് ടൈറ്റ് ആവാനും പറ്റില്ല, അധികം അങ്ങോട്ട് ലൂസ് ആവാനും പറ്റില്ല. ആ ഒരു രീതിയിലാട്ടോ ഏകദേശം ഒരു 2 ഗ്ലാസ് വരും വെള്ളം ഞാനിതാ ഇതുപോലെ കുറേശ്ശെ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഇളക്കിയെടുക്കണേ. നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്നങ്ങോട്ട് കറക്കിയെടുക്കാനുള്ളതാണ്. അങ്ങനെ ഇതാ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതാ കണ്ടില്ലേ ഈ ഒരു അളവിലാട്ടോ മാവ് ഉണ്ടാക്കിയെടുക്കുന്നത്. രാവിലെയൊക്കെ എന്തുണ്ടാക്കുക എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ഗോതമ്പ് പൊടി റവയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ലേ. ഇനി ഞാനിതാ മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് ഈ ഒരു മാവ് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഞാനിതാ ഒന്നായിട്ടൊരു കറക്കിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി വെള്ളം ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. കുറച്ച് മതി ജാറ് കഴുകിയായിട്ട് ഞാനിതാ ഒഴിച്ച് കൊടുക്കണുണ്ട്. ഇനി നന്നായിട്ടൊരു 5 മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കിയെടുക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തേനെ. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. ഇനി ഇതാ 1 മണിക്കൂർ മാത്രം ഞാനിതാ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അങ്ങനെ ഇതാ 1 മണിക്കൂർ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കണ്ടില്ലേ മൂടി വെച്ചിട്ടോ. ഇതിനിടയ്ക്കൊന്ന് ഞാൻ ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു മാവ് 1 മണിക്കൂറിന് ശേഷമുള്ള ആ ഒരു ബബിൾസൊക്കെ ഇങ്ങനെ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് ആവുമ്പോൾ നമുക്കിതാ ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ചേനെ. അങ്ങനെ ചൂടായതിന് ശേഷം ഇതുപോലെ ഓരോ തവി മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു മാവ് കൊണ്ട് തന്നെ നമുക്ക് പാലപ്പോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഈ ഒരു ബബിൾസ് ഇങ്ങനെ വരുന്നതിന് ശേഷം മൂടി വെക്കാൻ 2 മിനിറ്റിനെ കൊണ്ട് ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല സോഫ്റ്റുള്ള അപ്പമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുക. എന്നും ഈ ഒരു ഗോതമ്പ് പൊടിയൊക്കെ കഴിച്ച് മറുത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രാവിലെ എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ നമ്മൾ നല്ല സോഫ്റ്റുള്ള അപ്പം റെഡി ആയിന്. ഇതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളും നമ്മുടെ ചാനലിൽ ഇട്ടുണ്ട് കേട്ടോ. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള റെസിപ്പികൾ തന്നെ ഉണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കണേ. അങ്ങനെ ഇതുപോലെ ഓരോ അപ്പം ഞാനിതാ ഈ ഒരു ബബിൾസ് വന്നതിന് ശേഷം മൂടി വെച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തായാലും വേണ്ടിയില്ലേ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഒന്നങ്ങോട്ട് ജസ്റ്റ് 1 മിനിറ്റ് നേരം ചെറിയ ചൂടിൽ വെച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാൻ. അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് കടിയൊക്കെ കരിയാൻ സാധ്യത ഉണ്ട്. അങ്ങനെ ഓരോന്നും ഞാനിതാ ഇതുപോലെ ഓയിലും അല്ലെങ്കിൽ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ അപ്പം ചുട്ടെടുക്കാൻ കേട്ടോ. ഈ ഒരു മാവ് കൊണ്ട് തന്നെ നമുക്ക് മസാല ദോശ ഉണ്ടാക്കിയെടുക്കാനുള്ള ആ ഒരു ദോശയും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിന് കേട്ടോ. ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ടിയില്ലാതെ ഇങ്ങോട്ട് ചിറ്റിച്ചെടുക്കുകയാണ്. ഈ മാവിലേക്ക് ഇങ്ങനെ ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണേ. നമുക്ക് ആ ഒരു മുരിച്ചിലോട് കൂടി തന്നെ ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം മൂടി വെച്ചിന് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മളെ കിടിലം ഈ ഒരു മസാല ദോശ റെഡി ആയിനെ. മസാല നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. ഇതിനുള്ളിലേക്ക് വെച്ചെടുക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ ഞാനിതാ അടുത്തത് റെഡിയാക്കി എടുക്കാൻ പോവാണ്. എളുപ്പമാണ് കേട്ടോ. ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കേണ്ടൊന്നും ആവശ്യമില്ല. പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇനി തലേന്ന് രാത്രിയൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഇതുപോലെ ഓരോ അപ്പവും ഈ ഒരു മസാല ദോശ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
ഇത് ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം. അതുവരെ എല്ലാവരും